ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹനുമാന്റെ സ്ഥാനത്താ ഇപ്പൊ പ്രിയങ്ക വന്നിരിക്കുന്നെ. നീ അവളുടെ മനസ്സിൽ പതുക്കെ പതുക്കെ ഒരു തീ ഇട്ടുകൊടുത്ത് അതൊന്നാളി കത്തിച്ച കണിമംഗലത്തെ മുഴുവൻ ആളുകളെയും കണിമംഗലം കുടുംബത്തെയും ഇവളെ നിർത്തി കത്തിക്കും. ഞാൻ ആരെയും പറഞ്ഞയച്ചിട്ടില്ല. എങ്കിൽ പിന്നെ മാനസിക നില തെറ്റിയ പ്രിയങ്കമോള് കൃത്യമായിട്ട് കണിമംഗലത്തെത്തുന്നെങ്ങനെ? അമ്മ പറ. ശരി, അമ്മ അറിയാതെ അവള് കണിമംഗലം വരെ എത്തിയെന്ന് സമ്മതിക്കാം. പക്ഷെ തിരക്കി വന്ന അമ്മയുടെ വണ്ടിയില് പെട്രോൾ ഉണ്ടായിരുന്നല്ലോ, അതെന്തുദ്ദേശിച്ച? നിങ്ങൾക്ക് ആർക്കും അവളെ വേണ്ടെന്ന് മനസ്സിലായി. കത്തിച്ചു കൊല്ലം തന്നെ കൊണ്ടുവന്നതാ. കൂട്ടത്തിൽ എനിക്കും ചാകണമെന്ന് തോന്നി. അമ്മ എന്നെ മുഖത്തേക്ക് നോക്കിയേ. ഏതെങ്കിലും വിധത്തില് പ്രിയങ്കമോളെ കണിമംഗലത്ത് എത്തിച്ചാല് എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാന്നുള്ള വിശ്വാസമുണ്ടോ അമ്മയ്ക്ക്? മാനസിക നില തെറ്റിയ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവര് കാരുണ്യം കാണിക്കുമായിരിക്കും. പക്ഷേ അവളെ കൊണ്ട് അമ്മ ചെയ്യിച്ചൊന്നും അവര് മറന്നിട്ടില്ല. നാളെ അമ്മ തന്നെ പോയി പ്രിയങ്ക മോളെ കൂട്ടിക്കൊണ്ട് വരണം. അല്ലാതെ കണിമംഗലത്ത് അവളെ നിർത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ അമ്മയ്ക്ക്? അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികള് അമ്മ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി. അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നോ വഴിയരികിൽ തള്ളുമെന്നോ ഞാൻ പറയുന്നില്ല. അതിനെന്റെ നാവ് വഴങ്ങില്ല. പകരം യശോദയ്ക്കും എനിക്കും ഈ വീട് വിട്ടുപോകാൻ പറ്റും. അതിന് അമ്മ ഞങ്ങളെ നിർബന്ധിക്കരുത്. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. വയസ്സായി വരുമ്പോ മനുഷ്യർക്ക് പക്വത കൂടി വരിക ചെയ്യാറ്. പക്ഷെ വയസ്സാകും തോറും അമ്മയ്ക്ക് കുടില ബുദ്ധി കൂടുക ചെയ്യുന്നത്. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. മതി ദേവേട്ട, അമ്മയുടെ മനസ്സിലെ ഉദ്ദേശം വേറെയാ. പക്ഷെ വരണിനെയും രാധികയും വേർപെടുത്താൻ ഇവർക്ക് ആർക്കും പറ്റില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. എന്റെ ഭഗവാനെ, അയ്യോ ഈശ്വരാ, ഇനി എന്തൊക്കെ കാണിക്കണം സ്വാമി. ചെറിയമ്മേ, ചെറിയമ്മേ, ഞാനാ. ചെറിയമ്മയ്ക്ക് നന്നായി വിശന്നല്ലേ? അവിടെ എടുത്തോണ്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിശപ്പുണ്ട്, പക്ഷേ ഇന്നത്തെ വിശപ്പ് ഞാനങ്ങ് സഹിച്ചു. എന്തൊക്കെയാ കൽപ്പന അവിടെ നടന്നത്? ബഹളം കേട്ടപ്പോ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി. ആരും കാണാതെ നോക്കി നിൽക്കായിരുന്നു. ആ സുകുമാരത്തല്ലുണ്ടല്ലോ, അതൊരാറ്റം ബോംബാ. കണിമംഗലത്തുകാരുടെ നെഞ്ചത്ത് വീണ് പൊട്ടാൻ പോകുന്നൊരു ബോംബ്. അവരെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല ചെറിയമ്മ. അവര് കരുതി കൂട്ടി ഇറങ്ങി തിരിച്ചേക്കുക കൽപ്പന. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് പ്രിയങ്കി കണിമംഗലത്തേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം ഇവിടെ നിർത്തിയെങ്കിലും പ്രിയങ്കയെ ഇവരെ അടിച്ചു പുറത്താക്കാൻ സാധ്യതയുണ്ട്. വന്നു കേറിയിരിക്കുന്നതേ പ്രിയങ്കയാ.
അവൾക്ക് എത്ര ഓർമ്മയില്ലാന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് കണിമംഗലത്തെക്കുറിച്ചും വരുണിനെക്കുറിച്ചും അവളെ ദ്രോഹിക്കുന്നവരെ കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ചിത്രം ഉണ്ടാവും. അവളുടെ ഓർമ്മ പതുക്കെ പതുക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. നീ കൃത്യമായി അവളുടെ കൂടെ നിന്നു കൊടുത്താ മതി. പിന്നെ പ്രിയങ്ക ഇവിടെ ഒരു മേളം നടത്തും. ഞാനിത് തീരുമാനിച്ചിട്ടുണ്ട് ചെറിയമ്മേ. നമ്മൾ വിചാരിച്ചിട്ട് രാധയെയോ വരുണിനെയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രിയങ്കയെ കൊണ്ട് പറ്റുന്നത് അവളങ്ങ് നടത്തട്ടെ. എടി, പണ്ട് ലങ്കയിൽ ചെന്ന ഹനുമാനെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്താൻ രാക്ഷസന്മാരൊരു ശ്രമം നടത്തി. വാലിനവര് തീ വെക്കുകയും ചെയ്തു. ഹനുമാൻ എന്താ ചെയ്തെന്നറിയോ? ആ തീ കൊണ്ട് ലങ്ക മുഴുവൻ അങ്ങോട്ട് ചുട്ടുകരിച്ചു. ഹനുമാന്റെ സ്ഥാനത്താ ഇപ്പൊ പ്രിയങ്ക വന്നിരിക്കുന്നെ. നീ അവളുടെ മനസ്സിൽ പതുക്കെ പതുക്കെ ഒരു തീ ഇട്ടുകൊടുത്ത് അതൊന്നാളി കത്തിച്ച കണിമംഗലത്തെ മുഴുവൻ ആളുകളെയും കണിമംഗലം കുടുംബത്തെയും ഇവള് നിർത്തി കത്തിക്കും. അതൊക്കെ ഒന്ന് കണ്ടാലല്ലേ കൽപ്പനേ നമുക്കൊരു സമാധാനം കിട്ടും. ശരി ചെറിയമ്മേ, ഞാനിവിടെ അധികം നേരം നിന്നാ ശരിയാവില്ല. ചെറിയമ്മയുടെ കാര്യം അപകടവും എന്റെ കാര്യം അപകടവും. അതുകൊണ്ട് ചെറിയമ്മ എതിർത്ത് കഴിക്കാൻ നോക്ക്. അതെ, ഞാൻ ഈ ഇട്ടിരിക്കുന്നതൊക്കെ മുഷിഞ്ഞു. അവിടുന്ന് എന്തേലും എനിക്കൊന്ന് മാറ്റാൻ കൊണ്ടുതാ. എന്റെ മുറിയിലുണ്ട്. ചെറിയമ്മ കഴിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ഡ്രസ്സ് കൊണ്ടുവരാം. ഞാനെന്നാ പോട്ടെ. എന്താ ചെറിയമ്മ? ഒന്നുമില്ലടി മോളെ. കണിമംഗലം ഭരിക്കാൻ ഇറങ്ങി തിരിച്ച് നമ്മള് തെരുവ് തണ്ടികളെ പോലെയായി. എന്നാലും എല്ലാത്തിനും കൂട്ടായിട്ട് നീയുണ്ടല്ലോ. എല്ലാം ശരിയാവും. മേ എന്താ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. അതെന്തു പറ്റി? വിശപ്പില്ലാത്ത തന്നെ. കാരണം പറയാതെ പറ്റില്ല. എടോ, മനുഷ്യൻ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ശരീരത്തിന് ആരോഗ്യത്തിനല്ലേ. അത് കഴിക്കുമ്പോ അല്പ സന്തോഷത്തിലുള്ള അന്തരീക്ഷത്തിൽ കഴിക്കുന്ന എന്തിനാ? അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മനസ്സമാധാനത്തോടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഡൈനിങ് ടേബിളിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ കൂടി ഭക്ഷണം എടുത്തു വെച്ചതല്ലേ. ഡൈനിങ് ടേബിളിന്റെ ബലം നോക്കാനല്ല ഞാൻ പറഞ്ഞത്. എവിടാ വട്ടത്തി? ഏത് വട്ടത്തി? ഓ, തന്റെ അനിയത്തി. ദേഷ്യത്തിന്റെ കാരണം അതാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു.